ഹലോ ഗൈസ്, ഇന്ന് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത് കൈരളി എന്ന കപ്പലിന്റെ അപ്രത്യക്ഷമാകുന്നതിനെ പറ്റിയാണ്. നമ്മുടെ കേരളം സമ്പന്നമായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അതായത് കടം വാങ്ങി കടം വീഴുകയും കടം വാങ്ങി ശമ്പളവും പെൻഷനും കൊടുക്കേണ്ടതായ ഒരു അവസ്ഥ ആലോചിക്കുക പോലും ചെയ്തിരുന്ന കാലം. ആ കാലഘട്ടത്തിൽ കേരളത്തിന് സ്വന്തമായ ഒരു കപ്പൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ പുതുതലമുറപ്പെട്ട എത്ര പേർക്കറിയാം. കേരള ഷിപ്പിംഗ് കോർപ്പറേഷൻ എന്ന പൊതുമേഖലാ സ്ഥാപനത്തിന് കൈരളി എന്ന പേരോടുകൂടിയ ഒരു കപ്പൽ സ്വന്തമായി ഉണ്ടായിരുന്നു. ആ കപ്പൽ കാണാതായിട്ട് ഇന്നേക്ക് 46 വർഷം കഴിഞ്ഞു. അതിനെപ്പറ്റിയുള്ള ദുരൂഹതയൊന്നും തുടരുന്നു. യാതൊരു തുമ്പും ബാക്കി വയ്ക്കാതെ കൈരളി കപ്പൽ മായാജാലത്തിലെന്ന പോലെ 1970 ജൂൺ 30 മർഗോവയിൽ നിന്നും ജർമ്മനിലെ റോത്തക്കിലേക്ക് ഇരുമ്പയിരുമായി പുറപ്പെട്ടതായിരുന്നു. ആഫ്രിക്കൻ രാജ്യമായ ജിബൂട്ടിയിൽ നിന്ന് ഇന്ധനം നിറച്ച് യാത്ര തുടർന്നു. 51 ജീവനക്കാർ കപ്പലിലുണ്ടായിരുന്നു. ചിലരെയൊക്കെ ഫാമിലിയും കപ്പലിലുണ്ടായിരുന്നതായി പുറപ്പെടുന്നു. കപ്പലിന് യന്ത്ര തകരാറോ സുനാമിയോ കൊടുങ്കാറ്റോ ഉള്ളതായി കപ്പലിൽ നിന്ന് റേഡിയോ സന്ദേശം യാതൊരു രാജ്യത്തിനും ലഭിച്ചിരുന്നില്ല. പക്ഷേ പ്രേതകഥയിലെ പോലെ കപ്പൽ പ്രത്യക്ഷമായി. ആഫ്രിക്കൻ തീരങ്ങളെ കടക്കൊള്ളക്കാർ കപ്പൽ തട്ടിയെടുത്തു കാണുമെന്ന് വിചാരിച്ചു. പക്ഷെ അവർക്കെന്തിനാണ് ഈ പഴഞ്ചൻ കപ്പലും അതിലെ ഇരുമ്പയിലും. കേരളത്തിൽ വലിയ ഒച്ചപ്പാടും വർഷങ്ങളോളം സംസാര വിഷയമായിരുന്നു കൈരളി കപ്പലിന്റെ തിരോധാനം. കോട്ടയം സ്വദേശി ക്യാപ്റ്റൻ എം ജോസഫ് ആയിരുന്നു കപ്പലിനെ നയിച്ചിരുന്നത്. ഇന്ത്യൻ നേവിയുടെ 2 കപ്പലും ഒരു വിമാനവും 2 ആഴ്ചക്കാലം ഇന്ത്യൻ മഹാസമുദ്രത്തിൽ തിരച്ചിൽ നടത്തി. അവർക്ക് ഒരു തുമ്പും തിരുമ്പും കണ്ടെത്താനായില്ല. കൈരളി ഇന്നും കാണാമറയത്ത് തന്നെ. അനുവദനീയമായതിൽ കൂടുതൽ ഇരുമ്പയിൽ നിറച്ചിരുന്നു എന്ന ആശയമുണ്ടായിരുന്നു. കപ്പലിന്റെ റഡാർ ശരിയായി പ്രവർത്തിക്കുന്നില്ലെന്ന് ക്യാപ്റ്റൻ സൂചിപ്പിച്ചിരുന്നു. എന്നിട്ടും കപ്പലിന് യാത്രാനുമതി കൊടുത്തു. കപ്പൽ അപ്രത്യക്ഷമായി ഒരാഴ്ച കഴിഞ്ഞാണ് പുറലോകം അറിയുന്നത്. 1979 ജൂലൈ 1, 2, 3 തീയതികളിൽ കപ്പലിൽ നിന്ന് റേഡിയോ സന്ദേശം ബോംബെക്ക് ലഭിച്ചിരുന്നു. പിന്നീട് അതും നിലച്ചു. എറണാകുളം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന്റെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിച്ച് അത് എങ്ങും എത്തിയില്ല. അനാസ്ഥയുടെ ഒരു വലിയ ഉദാഹരണമാണ് കൈരളി കപ്പലിന്റെ കാണാതാകൽ. അതിന്റെ യാത്ര മുതൽ അന്വേഷണം വരെയും ദുരൂഹം നിറഞ്ഞായിരുന്നു. 1966 നോർവേയിലെ ഹോട്ടലിൽ നിർമ്മിച്ച കപ്പലിന്റെ ആദ്യ പേര് ഓസ്കാർ സോഡ് എന്നായിരുന്നു. 1976 കേരള ഷിപ്പിംഗ് കോർപ്പറേഷൻ വാങ്ങി കൈരളി എന്ന് പുനർനാമകരണം ചെയ്തു. താങ്ക് യു. പുതിയ അറിവുകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ. താങ്ക് യു.